Hi, hello, welcome back to Chasm Vlogs. This is me, Sumesh then. So, എന്താ പറയുക, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മലപ്പുറം നമ്മൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കായിരുന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഓഫീസിലൊക്കെ പോയിട്ടാണ് ഞാൻ സൈൻ ഔട്ട് ചെയ്ത് പറഞ്ഞ് പോയത്. സോ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഭയങ്കര ഉറക്കം വന്നു, കാരണം ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കം തീർക്കാനായിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്നത് ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ മിനിയൂട്ടി കാണാൻ പോകാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്കൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴി എനിക്ക് ചായയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. മിനിയൂട്ടി ഈ ഒരു റീസെൻറ്റ് ടൈമിൽ ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ്. എന്താണ് ഫേമസ് ആയതെന്ന് അവിടുത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊരു എന്താ പറയുക, ഇതിനകത്ത് ചിക്കനാണ് കേട്ടോ ഫില്ല് ചെയ്തേക്കുന്നത്. അത് ചിക്കൻ പക്കോടയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ രണ്ട് സാധനങ്ങളും കഴിക്കുന്നത്. അടിപൊളി അടാറ് ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചായയൊക്കെ. സോ പോകുന്ന വഴിക്ക് ഞാൻ കൂടുതലും എന്താ പറയുക, ഒരു നേച്ചർ ബ്യൂട്ടി ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് മലപ്പുറം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആൾക്കാരാണെങ്കിലും എന്താ പറയുക, നമ്മുടെ പ്രകൃതി രമണിയാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട്. ഈ ഒരു ജേർണിയുടെ വീഡിയോസ് കുറച്ച് കട്ട് ചെയ്യണം, കുറച്ച് ലെങ്തായിട്ട് തോന്നുന്നുണ്ട്, ബോറടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെയിൻ പോർഷൻസ് മാത്രം നമ്മൾ കണ്ടാൽ പോരെ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഈ യാത്രകൾ പോകുമ്പോൾ ആ ഒരു സീക്വൻസ് കുറച്ച് കുറയ്ക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻസിന് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വഴി കൂടുതലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ NHൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഇവിടെ ക്വാറീസൊക്കെയാണ്. അപ്പം വലിയ വലിയ വണ്ടികളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്വാറിയൊക്കെ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പം നമുക്ക് മെനുവിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ തന്നെ നമ്മുടെ മിനിയൂട്ടിട്ട് അടുത്തായിട്ട് ഒരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ്സിലൊരു ട്രക്കിംഗ് ആണ്. അത് ആ കുട്ടികൾ പോകണ ആ വഴി കൂടെയാണ് പോകേണ്ടത്. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു മലയുടെ മണ്ടയ്ക്ക് എത്താം. ആക്ച്വലി നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഉറക്കം ആണ് എനിക്ക് ഏറ്റവും വലുതായതുകൊണ്ട് ഞാൻ ആ ട്രക്കിംഗ് അവസാനം ക്യാൻസൽ ചെയ്തു. നമുക്ക് പിന്നെ ഒരിക്കൽ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയും കാണാൻ സ്ഥലങ്ങൾ വേണമല്ലോ മലപ്പുറത്ത്, നമുക്ക് ഇനിയും വരണ്ടേ. അപ്പം ഇത് ആ ട്രക്കിംഗ് സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതായിരുന്നു മിനിയൂട്ടി. അപ്പോൾ നമുക്ക് ആ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടികൾ ഒരുപാട് പോകുന്നതുകൊണ്ട് റോഡൊക്കെ കുറേയൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പോകുന്നവരൊക്കെ സൂക്ഷിച്ച് പോവുക. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല സ്ലിപ്പറിയാണ്. പിന്നെ ഇതിവിടെ ഒരു സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ അതും കണ്ടിട്ട് നമുക്ക് നേരെ മിനിയൂട്ടി പോകാമെന്നാണ് ഫൈസു പറഞ്ഞത്.
ഇതാണ് കേട്ടോ ആ പറഞ്ഞ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇറങ്ങാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിയില്ല. ഇതിന് കുറച്ചും കൂടെ മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് മിനിയൂട്ടിൽ എത്രയും പെട്ടെന്ന് ചെല്ലുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ട്രാവൽ തുടങ്ങി. സോ പോകുന്ന വഴിക്ക് റോഡ് പണിയുടെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലയിടത്തൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്, വണ്ടികൾ പോകാൻ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് പുതിയ സ്റ്റാർ ഹോട്ടൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാർ ഹോട്ടൽസ്, പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതെല്ലാം കണ്ടുകൊണ്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മളുടെ മിനിയൂട്ടിലെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രൻസ് ആയിരുന്നു. ഇതുപോലെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. കുറേ വ്യൂ പോയിൻറ്റ്സിൽ പ്രൈവറ്റ് ആൾക്കാരാണ് എന്താ പറയുക ഈ പ്രോപ്പർട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെർ ഹെഡ് 20 റുപ്പീസ് ആയിരുന്നു. ഞങ്ങൾ 2 പേർക്ക് 40 റുപ്പീസ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അകത്ത് കയറാൻ വേണ്ടി മാത്രമുള്ള ഫീ ആണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഫെസിലിറ്റീസിന് ഇപ്പോൾ തന്നെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ചെറിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്, വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പോട്ട് ഉണ്ട്, അഡ്വഞ്ചറസ് ഗെയിം ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അതിനൊക്കെ സ്പെഷ്യൽ റേറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന 500 രൂപയാണ് കേട്ടോ പെർ ഹെഡ്. 500 400 തോന്നുന്നു. എനിക്കതൊന്നും കയറാൻ പേടിയില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കയറിയില്ല. എനിക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിരുന്നു ആഗ്രഹം. നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ കോടയായി, ഫുൾ മഞ്ഞായിരുന്നു. അപ്പം മിനി ഊട്ടി എന്ന് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു, ഊട്ടിയൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്, അപ്പം ഇവിടെ എന്തിനാണ് മിനി ഊട്ടി എന്ന് വിളിക്കുന്നതെന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ മിനി ഊട്ടി എന്ന് വിളിക്കാൻ കാരണം അത്ര കോടമഞ്ഞുണ്ടായിരുന്നു. ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ കോട വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരേ ഒരു കാര്യം, എന്താ പറയുക, ഒരു മൊട്ടക്കുന്ന്, അവിടെ അത്യാവശ്യം എന്താ പറയുക മഞ്ഞും കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലം. പക്ഷേ ആ ഒരു സ്ഥലത്തെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ആയിക്കോട്ടെ സർക്കാരായിക്കോട്ടെ ഇവിടുത്തെ ജനങ്ങളായിക്കോട്ടെ അവർ കാണിച്ചിട്ടുള്ള ഒരു എഫേർട്ടിന്, കാരണം വെറുതെ ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും റവന്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് കൂടുതലൊന്നും കാണാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ ഒന്നും കയറാത്തത് കൊണ്ട് ആ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ പയ്യെ പുറത്തിറങ്ങി. പക്ഷേ അന്യായ വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ നേരം നിൽക്കാനായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നി. ലവേഴ്സായിട്ട് അല്ലെങ്കിൽ പാരൻസായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു സ്പോട്ടാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്.
മിനിയൂട്ടിൽ തിരിച്ച് പൂക്കോട്ടൂർ ഗേറ്റാണ് വന്നേക്കുന്നത് കേട്ടോ. പൂക്കോട്ടൂർ ഗേറ്റ് സ്ഥാപിച്ചത് 1921 നടന്ന ഒരു കലാപം ഉണ്ടായിരുന്നു. ആ കലാപത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ വളരെ ഗേറ്റാണ്. ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടുത്തെ ആൾക്കാർ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ ഇതുവഴി പോകുമ്പോൾ അവരെ കൊല്ലാനായിരുന്നു ഇവിടെയുള്ള ആൾക്കാരുടെ പ്ലാൻ. പക്ഷേ ഇവർ കൊല്ലാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഒരു പാലത്തിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവാതിരുന്ന ഒരു ആൾ ബ്രിട്ടീഷുകാരുടെ വണ്ടി വരുന്നതിന് മുമ്പേ ചാടിയിട്ട് അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷേ എന്താ പറയുക, ബ്രിട്ടീഷുകാർ ഇവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഖബർ ഇവിടെ ഉണ്ട്. ഇതൊരു 4-5 സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ്. നമ്മുടെ പൂക്കോട്ടൂർ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ 4 സ്ഥലമുണ്ട്. ഒരു മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പല മസ്ജിദുകളുടെ അടുത്തായിട്ടാണ് ആ ഒരു ഖബർസ്ഥാൻ വന്നേക്കുന്നത്. അവിടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള്. ഞാൻ അങ്ങനെയാണ് ഈ കഥ കൂടുതൽ അറിയുന്നത്. ഞാൻ പൂക്കോട്ടൂർ ഗേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ കഥ അത്ര വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതവിടെ എഴുതി വെച്ച് എനിക്ക് വായിക്കാൻ പറ്റി. അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ഭാഗത്തൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി അത് കാണുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അപ്പം നമ്മളിതാ മലപ്പുറത്തിൻ്റെ ടൗൺ ഏരിയയിലോട്ട് കിടക്കുകയാണ്. ആക്ച്വലി നമ്മളിവിടെയൊക്കെ ഉച്ചയ്ക്കായിരുന്നു വരേണ്ടിയിരുന്നത്, എൻ്റെ ഉറക്കം കൊണ്ടാണ്. സോ ഈ ഒരു സ്പോട്ട് എനിക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ മലപ്പുറത്ത് കുഴിമന്തി വന്നത് ഇവിടെയാണ്. അപ്പം ഇവിടുന്ന് കുഴിമന്തി കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ എനിക്ക് കുഴിമന്തിയുടെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്ന കോട്ടക്കുന്നിലേക്കാണ്. ആ മുകളിൽ കാണുന്നതാണ് കോട്ടക്കുന്ന്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറത്തിൻ്റെ ഒരു സിറ്റി വ്യൂ നന്നായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ വൈകുന്നേരമായി പോയത് കൊണ്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ കോട്ടക്കുന്നിലേക്ക് പോവാം.
അപ്പോൾ ഇതാ നമ്മൾ കോട്ടക്കുന്നിലെത്തി. സോ കോട്ടക്കുന്നിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ, എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ പകൽ വന്നതിന് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, മലപ്പുറത്തിൻ്റെ ആ ഒരു സിറ്റി വ്യൂ ഒക്കെ കാണാമായിരുന്നു. പക്ഷേ നമ്മൾ ലേറ്റായിപ്പോയി. അപ്പം ഇങ്ങനെ കോട്ടക്കുന്ന് പരന്ന് കിടക്കുകയാണ് ഒരാവശ്യമില്ലാതെ. ഇത് നമുക്ക് 2 വഴി വരാം. നമ്മളിപ്പോൾ നേരെ കാറിൽ മുകളിൽ വന്നതാണ്. നമുക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്സ് കയറി മുകളിൽ വരാനുള്ളൊരു ഓപ്ഷൻ കൂടെയുണ്ട്. നമ്മളുടെ KSRTC ബസ് സ്റ്റാൻഡിന് വളരെ അടുത്താണ്. KSRTC ബസ് സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എന്താ പറയുക കോട്ടക്കുന്നിലേക്കും. പക്ഷെ നമുക്ക് ആ സ്റ്റെപ്പ് ഇത്രയും നടന്ന് കയറാനുള്ള ഉയരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്താ പറയുക കാറിലിൻ്റെ മുകളിൽ പോരുന്നു. നമുക്ക് 20 റുപ്പീസാണ് പെർ ഹെഡോടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും എന്നെ കുറച്ചും കൂടി അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഭയങ്കര ഒരു തരിശ് നിലമായിരുന്നു. അവിടെ ഇത്രയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫെസിലിറ്റീസൊക്കെ ചെയ്തു വെക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം ചെറിയ കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു റവന്യൂ ഉണ്ടാക്കാം എന്നൊരു മലപ്പുറംകാരൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഞാൻ ശാസ്താംകോട്ട കായലിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റീസോ ഒന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. കാരണം അത്രയും എന്താ പറയുക ഒരു റിസോഴ്സസ് ഉണ്ടായിട്ടും ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പം പക്ഷേ ഇതേ ഒരു മൊട്ടക്കുന്നിൽ നിന്ന് എന്താ പറയുക ഒരു റവന്യൂ ഉണ്ടാക്കുന്നു. അപ്പം ഇവിടെ എക്സിബിഷനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകുമെന്നാണ് ഫൈസ പറഞ്ഞത്. പിന്നെ കുട്ടികൾക്കൊക്കെ ചിലവഴിക്കാനും പിന്നെ വേറെ കുറേ ഫെസിലിറ്റീസ് നമുക്കിവിടെ അവർ അവൈലബിളായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വന്നിരുന്ന് സംസാരിക്കാനും ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗെദറൊക്കെ നടത്താനും ഒക്കെ പറ്റിയ സ്പോട്ടാണ്. അടിപൊളിയാണ്. ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിളായിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ മലപ്പുറം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ്സാക്കുകയും ചെയ്യരുത്. അങ്ങനെ മിസ്സാക്കുകയാണെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോകും. നമ്മളങ്ങനെ കോട്ടക്കുന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പം എനിക്ക് പൈസ ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് റുമാൽ റൊട്ടിയും റൈസും ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ പൊള്ളിയായിരുന്നു. സോ അപ്പം ഞങ്ങളിത് കഴിച്ചു. പൈസ അവിടെ കോമഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. കഴിച്ചിട്ട് ഈ ജ്യൂസ് കുടിച്ച് നേരെ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ നാളെ നമുക്ക് കോഴിക്കോട് പോകണം. സോ അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഫൈസിനോട് ചോദിച്ചു ഫുഡ് എങ്ങനെയുള്ളത്, അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. സോ അപ്പം ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് മീ സൈനിങ് ഓഫ്. സുമേഷ്.